വെൽക്കം ബാക്ക്. ഇന്ന് പുതിയൊരു യൂണിറ്റുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സെക്കൻഡ് ഇയർ കെമിസ്ട്രിയിലെ 5ാമത്തെ യൂണിറ്റ് സർഫസ് കെമിസ്ട്രി. എന്താണ് സർഫസ് എന്ന് പറഞ്ഞാൽ, സർഫസ് കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നത് ഫിനോമിനാസ് ദാറ്റ് ഒക്കേഴ്സ് ഓൺ ദി സർഫസ്. സർഫസിൽ നടക്കുന്ന പ്രതിഭാസങ്ങളെക്കുറിച്ചാണ് നമ്മൾ സർഫസ് കെമിസ്ട്രിയിൽ പഠിക്കുക. ആദ്യം നമുക്ക് എന്താണ് ഒരു സർഫസ് എന്ന് നോക്കാം. എന്താണ് ഒരു സർഫസ്? ഈ ഒരു ഡസ്റ്റർ എടുത്താൽ ഇതിൻ്റെ സർഫസ് എന്താണ്? ഇതാണല്ലേ, ഇതാണ് ഇതിൻ്റെ സർഫസ് എന്ന് പറയാം. ഇത് ഈ സോളിഡിനെയും, അതായത് ഈ ഡസ്റ്ററിന് സോളിഡിനെയും ഇതിന് ചുറ്റുമുള്ള എയറിനെയും സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഈ സർഫസ് എന്ന് പറയാം. അതുപോലെ ഏത് സർഫസും ഡിഫറെൻറ്റ് ഫേസസിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് സർഫസ് എന്ന് പറയാം. സോ what is mean by a surface? Surface is a part that separates two distinct faces. രണ്ട് ഡിഫറെൻറ്റ് ഫേസസിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന പാർട്ടിനാണ് സർഫസ് എന്ന് പറയാം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇൻ്റർഫേസ്. സർഫസിന് നമ്മൾ എന്താണ് ഇൻ്റർഫേസ് എന്നും പറയും. സർഫസ് ഓർ ഇൻ്റർഫേസ്. ഹൈഫൻ അല്ലെങ്കിൽ സ്ലാഷ് ഉപയോഗിച്ച് സർഫസിനെ റെപ്രസെൻ്റ് ചെയ്യാം. നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ ഉള്ള സർഫസിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയും? ഏതൊക്കെയായിരുന്നു ഫേസസ്? സോളിഡും ഗ്യാസും അല്ലെങ്കിൽ എയർ. അപ്പോൾ അതിനെ നമുക്കിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഗ്യാസ് ഹൈഫൻ സോളിഡ്. ഒന്നെങ്കിൽ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്യാസ് സ്ലാഷ് സോളിഡ്. ഈ രണ്ട് രീതിയിൽ നമുക്ക് സർഫസിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇനി സർഫസ് കെമിസ്ട്രിയിൽ ഞാൻ പറഞ്ഞു വി ആർ ഡീലിംഗ് വിത്ത് ഫിനോമിനാസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഓൺ സർഫസ്. സർഫസിൽ നടക്കുന്ന ഫിനോമിനാസ് അല്ലെങ്കിൽ പ്രതിഭാസങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ സർഫസ് കെമിസ്ട്രിയിൽ പഠിക്കുക. എന്തൊക്കെ പ്രതിഭാസങ്ങളാണ് നിങ്ങൾക്കറിയാവുന്നത്? സർഫസ് ഫിനോമിനാസ് എന്താണ്? ഇരുമ്പ് തുരുമ്പിക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ വീട്ടിലോ ഒക്കെ ഉപയോഗിക്കുന്ന കത്തിയോ അല്ലെങ്കിൽ ഇരുമ്പ് ഉപകരണങ്ങളൊക്കെ കുറേ നാളുകൾ കഴിഞ്ഞാൽ അതിൻ്റെ സർഫസിൽ തുരുമ്പിക്കുന്നു, അല്ലേ? തുരുമ്പ് ഉണ്ടാകുന്നു. അതൊരു സർഫസ് ഫിനോമിനനാണ്. കൊറോഷൻ, ദറ്റ് ഈസ് എ സർഫസ് ഫിനോമിനൻ. കൊറോഷൻ ടേക്ക് പ്ലേസ് ഓൺ ദി സർഫസ് ഓഫ് മെറ്റൽ. അപ്പോൾ അതൊരു കൊറോഷൻ എന്ന് പറയുന്നൊരു സർഫസ് ഫിനോമിനാണ്. പിന്നെ വേറെ എക്സാമ്പിൾ എന്താണ്? ഇവാപ്രേഷൻ. വാട്ടർ വേപ്പറൈസ് ചെയ്യുന്നത് എപ്പോഴും സർഫസിൽ നിന്നാണ്. വാട്ടറിൻ്റെ ലിക്വിഡ് സർഫസിൽ നിന്നാണ് വേപ്പറൈസേഷൻ നടക്കുക, ഇവാപ്പറേഷൻ. അതുപോലെ കണ്ടൻസേഷൻ സ്റ്റാർട്ട്സ് ഫ്രം ദി സർഫസ്. അതുപോലെ നിങ്ങൾ ഇലക്ട്രോഡ് റിയാക്ഷൻസ് പറഞ്ഞു. ഇലക്ട്രോഡ് പ്രോസസ്സിൽ റിയാക്ഷൻ നടക്കുന്നത് മെറ്റൽ സർഫസിലാണ്, ഇലക്ട്രോഡ് സർഫസിലാണ് റിയാക്ഷൻ നടക്കുക. അപ്പോൾ ഇതെല്ലാം എന്താണ്? സർഫസ് ഫിനോമിനാസ് ആണ്. അപ്പം അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് സർഫസ് ഫിനോമിനാസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് സർഫസ് കെമിസ്ട്രി. അപ്പോൾ എന്താണ് സർഫസ് കെമിസ്ട്രി? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ഡീലിംഗ് വിത്ത് സർഫസ് ഫിനോമിനാസ്. നമുക്കിവിടെ സർഫസ് കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത് 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് അഡ്സോർപ്ഷൻ, രണ്ടാമത്തത് കറ്റാലിസിസ്, മൂന്നാമത്തത് കൊളോയിഡ്സ്. ഇത് മൂന്നും നമ്മൾ വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ട് ഇതിൽ പഠിക്കും. ഫസ്റ്റ് അഡ്സോർപ്ഷൻ. അഡ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്സോർപ്ഷൻ ഞാൻ പറഞ്ഞു സർഫസ് ഫിനോമിനനാണ്. അപ്പോൾ അഡ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് എന്താണ് സർഫസിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതിന് ഉള്ളിലേക്ക് വരാതെ സർഫസിൽ മാത്രം പാർട്ടിക്കിൾസ് അക്യുമുലേറ്റ് ചെയ്യുന്നതാണ് അഡ്സോർപ്ഷൻ എന്ന് പറയാം. എന്താണ്? അക്യുമുലേഷൻ ഓഫ് പാർട്ടിക്കിൾസ് only on the surface and not into the bulk. They do not enter into the bulk, or they remains only on the surface. That is called adsorption. Accumulation of particles only on the surface. ഇനി അവിടെ പാർട്ടിക്കിൾസ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു സർഫസ് ഉണ്ടാവണം, അതുപോലെ അതിലേക്ക് ആഡ് ചെയ്യുന്ന പാർട്ടിക്കിൾസും ഉണ്ടാവണം. അപ്പോൾ അതിലുള്ള ഈ 2 കമ്പോണൻസിനെ, ഒന്നിന് നമ്മൾ പറയും അഡ്സോർബൻ്റ് എന്നും, ആൻഡ് ദി അതർ കമ്പോണൻറ്റ് ഈസ് കോൾഡ് അഡ്സോർബേറ്റ്. എന്താണ് അഡ്സോർബൻ്റ്? അഡ്സോർബൻ്റ് എന്ന് പറഞ്ഞാൽ the surface on which adsorption take place. അഡ്സോർപ്ഷൻ നടക്കുന്ന സർഫസിനാണ് അഡ്സോർബൻ്റ് എന്ന് പറയാം. അഡ്സോർബൻ്റ് ഈസ് കോൾഡ് the surface upon which adsorption take place. ഇനി
അതിലേക്ക് ഏത് പാർട്ടിക്കിൾസ് ആണോ അക്യുമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ദേ ആർ കോൾഡ് അഡ്സോർബേറ്റ്. പാർട്ടിക്കിൾസ് ദാറ്റ് ആർ concentrating on the surface, they are called adsorbate, or particles that are accumulating on the surface are called adsorbate. അപ്പോൾ ഇത് രണ്ടും കൂടി അഡ്സോർബൻറ്റും അഡ്സോർബേറ്റും കൂടി ചേർന്ന് അത് തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യുന്നതിനാണ് അഡ്സോർപ്ഷൻ എന്ന് പറയാം. സോ what is adsorption? The accumulation of particles only on the surface and not in the bulk, that is called adsorption, and the particles that are getting adsorbed are called adsorbate, and the surface on which adsorption take place is called adsorbent. ഓക്കെ, അഡ്സോർപ്ഷന് ധാരാളം എക്സാമ്പിൾസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുണ്ട്. അതിനു മുമ്പ് നമുക്ക് ബെസ്റ്റ് അഡ്സോർബൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏത് സർഫസിൽ ആണ് അഡ്സോർപ്ഷൻ നടക്കുക. അപ്പോൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ബെസ്റ്റ് അഡ്സോർബൻസ്, ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു അഡ്സോർബൻ്റ് ആണ് ചാർക്കോൾ. ചാർക്കോൾ എന്താ? കരി അല്ലേ? സാധാരണ ചിരട്ടക്കരിയോ അല്ലെങ്കിൽ കരിയാണ് ചാർക്കോൾ എന്ന് പറയാം. അതൊരു ബെസ്റ്റ് അഡ്സോർബൻ്റ് ആണ്. പൗഡേർഡ് ചാർക്കോൾ, ഏറ്റവും സർഫസ് ഏരിയയുള്ള പൗഡേർഡ് ചാർക്കോൾ ഈസ് ബെസ്റ്റ് അഡ്സോർബൻറ്റ്. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന അഡ്സോർബൻ്റ് ആണ് സിലിക്ക ജെൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിനകത്തൊരു ചെറിയ പാക്കറ്റിൽ അതിലുള്ള കമ്പോണൻറ്റ് സിലിക്ക ജെല്ലാണ്. സിലിക്ക ജെൽ, that is a best adsorbent. മോയ്സ്ചർ കംപ്ലീറ്റ് അഡ്സോർബ് ചെയ്ത് റിമൂവ് ചെയ്യുന്നതിനാണ് സിലിക്ക ജെല്ല് യൂസ് ചെയ്യുക. അപ്പോൾ ചില ഉപകരണങ്ങളൊക്കെ ഇങ്ങനെ മോയ്സ്ചർ ഉണ്ടെങ്കിൽ കേടായി പോവാം. അപ്പോൾ അത് അങ്ങനെ ഡ്രൈ ആയി സൂക്ഷിക്കുന്നതിനാണ് സിലിക്ക ജെല്ല് യൂസ് ചെയ്യുക. സോ ദാറ്റ് ഇസ് അനദർ ബെസ്റ്റ് അഡ്സോർബൻറ്റ്. സിലിക്ക ജെൽ ഈസ് ഓൾസോ യൂസ്ഡ് ആസ് ആൻ അഡ്സോർബൻറ്റ്. പിന്നെന്താണ്? ഫൈൻലി പൗഡേർഡ് മെറ്റൽസ്. മെറ്റലിനെ ഫൈൻലി പൗഡേർഡ് സ്റ്റേറ്റിൽ അഡ്സോർബൻ്റായിട്ട് യൂസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്ന അഡ്സോർബൻസ് എന്ന് പറയാം. ഇനി അഡ്സോർപ്ഷൻ്റെ ആപ്ലിക്കേഷൻസ്, നമ്മൾ ഡെയിലി ലൈഫിൽ ധാരാളം അഡ്സോർപ്ഷൻ്റെ ആപ്ലിക്കേഷൻസ് കാണുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്നിപ്പോൾ നമ്മൾ പറഞ്ഞു, വാട്ടർ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ മോയ്സ്ചർ റിമൂവ് ചെയ്ത് ഡ്രൈ ആക്കി വെക്കാൻ വേണ്ടി ഒരു ഡ്രൈയിങ് ഏജൻ്റായിട്ട് അല്ലെങ്കിൽ ഡ്രൈയിങ്ങിന് വേണ്ടിയിട്ട് അഡ്സോർപ്ഷൻ യൂസ് ചെയ്യും. പല എക്സ്പെരിമെൻറ്റ്സൊക്കെ ചെയ്യുമ്പം ഹൈലി ഇവാക്വേറ്റഡ് വെസൽസ് ഉണ്ടാക്കണം. അതിനുവേണ്ടി ഈ വെസലിനുള്ളിൽ ഡിഫറെൻറ്റ് ഗ്യാസസ് ഉണ്ടാവും. ക്ലോസ്ഡ് ആണെങ്കിലും അതിനുള്ളിൽ ഡിഫറെൻറ്റ് ഗ്യാസസ് ഉണ്ടാവും. അതിനെ അഡ്സോർബ് ചെയ്ത് റിമൂവ് ചെയ്യുന്നതിന് അതിനുള്ളിൽ ചാർക്കോൾ പൗഡർ യൂസ് ചെയ്യുന്നു. പൗഡേർഡ് ചാർക്കോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ മോയ്സ്ചറിനെയും അഡ്സോർബ് ചെയ്ത് റിമൂവ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ പ്രഷർ, ക്ലോസ്ഡ് വെസലാണെങ്കിൽ അതിൻ്റെ പ്രഷർ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമുള്ളതിനേക്കാൾ ഈ ചാർക്കോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷർ കുറയുന്നതായിട്ട് കാണാം. കാരണം എന്താ? അതിനുള്ളിലുള്ള ഗ്യാസിനെയെല്ലാം ചാർക്കോൾ അഡ്സോർബ് ചെയ്യുന്നു. അഡ്സോർപ്ഷന് വേറൊരു ആപ്ലിക്കേഷൻ പറയൂ. എന്താണ്? നമ്മൾ വീട്ടിൽ കിണർ ശുദ്ധീകരിക്കാറുണ്ട്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന കിണറൊക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ചാർക്കോൾ ആഡ് ചെയ്യും കിണറ്റിൽ. എന്തിനാണ്? കിണറിനുള്ളിലുള്ള ഇമ്പ്യൂരിറ്റീസിനെയും ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയും ഇതെല്ലാം ചാർക്കോൾ അഡ്സോർബ് ചെയ്ത് വാട്ടറിനെ ക്ലീൻ ആക്കുന്നു, പ്യുവർ ആക്കുന്നു. അപ്പോൾ അതിന് ചാർക്കോൾ യൂസ് ചെയ്യും. പിന്നെ അതുപോലെ ഇൻഡസ്ട്രിയൽ യൂസ്, ഷുഗർ ഇൻഡസ്ട്രിയിൽ ചാർക്കോൾ ബെഡ്സ് ആർ യൂസ്ഡ്. ആനിമൽ ചാർക്കോൾ ബെഡ്സ് ആർ യൂസ്ഡ് ഇൻ ഷുഗർ ഇൻഡസ്ട്രി. ഇപ്പം റോ ഷുഗർ എന്ന് പറഞ്ഞാൽ അത് യെല്ലോ കളേർഡാണ്, ഒരു ലൈറ്റ് യെല്ലോ കളറുള്ള ഷുഗറാണ് കിട്ടുക. അതിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി അതിനെ ചാർക്കോൾ ബെഡ്സിൽ കൂടി പാസ് ചെയ്യും. അപ്പോൾ അതിനകത്തുള്ള കളറിങ് പാർട്ടിക്കിൾസിനെ അഡ്സോർബ് ചെയ്ത് പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഗ്യാസ് മാസ്കിൽ ചാർക്കോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻസ് നമ്മൾ പിന്നെ വീണ്ടും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അഡ്സോർപ്ഷൻ്റെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ഡിഫറെൻറ്റ് അഡ്സോർപ്ഷൻസ്. പാർട്ടിക്കിൾസ് സർഫസിൽ അക്യുമുലേറ്റ് ചെയ്യുന്നതിനാണ് അഡ്സോർപ്ഷൻ എന്ന് പറയുക. ഹൈ കോൺസെൻട്രേഷൻ സർഫസിൽ വരുന്നു, ഉള്ളിലേക്ക് വരാതെ സർഫസിൽ പാർട്ടിക്കിൾസ് അക്യുമുലേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഇസ് കോൾഡ് അഡ്സോർപ്ഷൻ. ആ സർഫസിന് അഡ്സോർബൻ്റ് എന്ന് പറയും. അതിലേക്ക് അക്യുമുലേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന് അഡ്സോർബേറ്റ് എന്ന് പറയും. ഇനി ഇങ്ങനെ ഇതിന് സ്റ്റേബിളായിട്ട് ഈ അഡ്സോർബ്ഡ് ഫോമിൽ അത് നിൽക്കുന്ന അതിനിടയിലൊരു വീക്ക് ഇൻ്ററാക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുകയോ അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ അഡ്സോർബ് ചെയ്ത പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ കഴിയും. സർഫസിൽ അഡ്സോർബ് ചെയ്യപ്പെട്ടുള്ള പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യപ്പെടും. ദാറ്റ് ഈസ് കോൾഡ് ഡീസോർപ്ഷൻ. അഡ്സോർപ്ഷൻ്റെ ഓപ്പോസിറ്റാണ് ഡീസോർപ്ഷൻ എന്ന് പറയാം. റിമൂവൽ ഓഫ് പാർട്ടിക്കിൾസ് ഫ്രം അഡ്സോർബ്ഡ് സർഫസ്. അല്ലെങ്കിൽ
അഡ്സോർബേറ്റിനെയും അഡ്സോർബൻറ്റിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഡീസോപ്ഷൻ എന്ന് പറയുക. ദാറ്റ് ഈസ് ദി ഓപ്പോസിറ്റ് ഓഫ് അഡ്സോർപ്ഷൻ, ഡീസോപ്ഷൻ. So adsorption is a surface phenomenon taking place only, particles are accumulating only on the surface. ഇനി നിങ്ങൾ അബ്സോർപ്ഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? എന്താണ് അബ്സോർബ് ചെയ്യുക എന്ന് വെച്ചാൽ? ആഗീകരണം ചെയ്യുക അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ടിക്കിൾസിനെ ഉള്ളിലേക്ക് വലിക്കുന്നു. അപ്പോൾ അങ്ങനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേ കോൺസെൻട്രേഷൻ ആവും, യൂണിഫോം കോൺസെൻട്രേഷൻ ത്രൂ ഔട്ട്. സർഫസിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും ഒരേപോലെ വരുന്നതിനാണ് അബ്സോർപ്ഷൻ എന്ന് പറയാം. അഡ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫസിൽ മാത്രം പാർട്ടിക്കിൾസ് അഡ്ഹർ ചെയ്യുന്നു, ഉള്ളിലേക്ക് വരുന്നില്ല, ബൾക്കിലേക്ക് വരുന്നില്ല. അഡ്സോർപ്ഷൻ ഞാൻ പറഞ്ഞു, ദാറ്റ് ഈസ് എ സർഫസ് ഫിനോമിനൻ. സർഫസിൽ നടക്കുന്ന ഒരു ഫിനോമിനാണ്, ഒരു പ്രതിഭാസമാണ് അഡ്സോർപ്ഷൻ. അബ്സോർപ്ഷനോ ദാറ്റ് ഈസ് എ ബൾക്ക് ഫിനോമിനൻ. അത് ഉള്ളിലേക്ക് വലിച്ച് എല്ലായിടത്തും ഒരുപോലെ വരുന്നതാണ്. സോ ദാറ്റ് ഈസ് എ ബൾക്ക് ഫിനോമിനൻ. In adsorption, there is uniform concentration throughout. എല്ലായിടത്തും ഒരേ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ ഒരേ കോമ്പോസിഷൻ വരുന്നു. ഇനി അഡ്സോർപ്ഷനിലോ there is concentration of accumulation of particles only on the surface. ബൾക്കിലേക്ക് പാർട്ടിക്കിൾസ് വരുന്നില്ല, സർഫസിലേക്ക് മാത്രം വരുന്നു. സോ കോൺസെൻട്രേഷൻ ഈസ് ഡിഫറൻസ്. ഇനി അതുപോലെ അഡ്സോർപ്ഷൻ്റെയും അബ്സോർപ്ഷൻ്റെയും റേറ്റ്. അഡ്സോർപ്ഷൻ്റെ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഈസ് ഇനീഷ്യലി ഹൈ ആൻഡ് ഇറ്റ് ഡിക്രീസസ് വിത്ത് ടൈം. അഡ്സോർപ്ഷൻ്റെ റേറ്റ് ആദ്യം കൂടുതലായിരിക്കും, കാരണം സർഫസ് കംപ്ലീറ്റ് ഫ്രീ ആണ്. അഡ്സോർപ്ഷൻ്റെ റേറ്റ് ആദ്യം കൂടുതലായിരിക്കും, പിന്നെ അത് കുറഞ്ഞു വരും. അതേസമയം അബ്സോർപ്ഷനോ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഈസ് ഹാവിങ് കോൺസ്റ്റൻറ്റ് റേറ്റ്. ദാറ്റ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ അഡ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ. എന്തൊക്കെയാണ്? അഡ്സോർപ്ഷൻ സർഫസ് ഫിനോമിനനാണ്, അബ്സോർപ്ഷൻ ബൾക്ക് ഫിനോമിനനാണ്. ആൻഡ് ഇൻ അഡ്സോർപ്ഷൻ ദർ ഈസ് പാർട്ടിക്കിൾസ് ആർ അക്യുമുലേറ്റിംഗ് ഓൺലി ഓൺ ദി സർഫസ്, ആൻഡ് ഇൻ അബ്സോർപ്ഷൻ ദർ ഈസ് യൂണിഫോം കോൺസെൻട്രേഷൻ ത്രൂ ഔട്ട്. ആൻഡ് മൂന്നാമത് എന്താണ്? റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഈസ് ഹൈ ഇൻ ദി ബിഗിനിങ് ആൻഡ് ഇറ്റ് ഡിക്രീസസ് വിത്ത് ടൈം, വൈൽ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഈസ് യൂണിഫോം. നമ്മൾ ഈ അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും പറഞ്ഞു. അത് തന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ ഉപയോഗിച്ച് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു സിലിക്ക ജെല്ല് എന്താണ്? അഡ്സോർബൻ്റ് ആണ്. അത് മോയ്സ്ചറിനെ അഡ്സോർബ് ചെയ്ത് റിമൂവ് ചെയ്യും. അതേസമയം നമുക്ക് മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ സാധാരണ ഉപയോഗിക്കുന്നത് എന്താണ്? നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, അൺഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡ്. ദാറ്റ് അബ്സോർബ്സ് മോയ്സ്ചർ. പ്രോഡക്റ്റിൽ നിന്നൊക്കെ മോയ്സ്ചറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി അൺഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡ് ക്യാൻ ബി യൂസ്ഡ്. അത് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്ത് ഹൈഡ്രേറ്റഡായി മാറും. അത് അബ്സോർപ്ഷനാണ്. അതേസമയം സിലിക്ക ജെൽ എന്താണ്? അതിൻ്റെ സർഫസിലേക്ക് വാട്ടറിനെ അഡ്സോർബ് ചെയ്ത് റിമൂവ് ചെയ്യുന്നു. ദെൻ ഈ അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും ഒരുമിച്ച് നടക്കുന്ന പ്രോസസ്സുമുണ്ട്. ഒരു എക്സാമ്പിൾ, നമ്മളൊരു ചോക്ക് സ്റ്റിക്ക് ഇങ്കിൽ ഡിപ്പ് ചെയ്യുന്നു. ഇങ്ക് സൊല്യൂഷനിൽ ചോക്ക് സ്റ്റിക്ക് ഡിപ്പ് ചെയ്ത് വെക്കുക. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആ ചോക്ക് സ്റ്റിക്ക് എടുത്ത് നോക്കിയാൽ അതിൻ്റെ സർഫസിൽ എന്താണ്? കളർ ഒബ്സർവ് ചെയ്യുക. ചോക്ക് സ്റ്റിക്കിൻ്റെ സർഫസിൽ കളർ ഉണ്ടാവും. ഇങ്ക് പാർട്ടിക്കിൾസ് ആർ അഡ്സോർബ്ഡ് ഓൺ ദി സർഫസ് ഓഫ് ചോക്ക്. അതെന്താണ്? അഡ്സോർപ്ഷനാണ്. ഇനി നമ്മൾ ചോക്ക് ഒന്നിങ്ങനെ പൊട്ടിച്ച് നോക്കുക. പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ അത് നനഞ്ഞിരിക്കുന്നതായിട്ട്, ചോക്ക് നനഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. ഉള്ളിൽ കളർ ഉണ്ടാവുമോ? കളർ ഉണ്ടാവില്ല. പക്ഷേ ഉള്ളിൽ എന്താണ്? നനഞ്ഞിട്ടുണ്ടാവും, വെറ്റായിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം എന്താണ്? ദി വാട്ടർ മോളിക്യൂൾസ്, അതായത് ഇങ്ക് സൊല്യൂഷനിലുള്ള വാട്ടർ മോളിക്യൂൾസിനെ ചോക്ക് അബ്സോർബ് ചെയ്തു. അപ്പോൾ അവിടെ അബ്സോർപ്ഷനും ഉണ്ട്, അഡ്സോർപ്ഷനും ഉണ്ട്. ഇങ്ക് പാർട്ടിക്കിൾസ് ആർ അഡ്സോർബ്ഡ് ഓൺ സർഫസ് ആൻഡ് വാട്ടർ മോളിക്യൂൾസ് ആർ അബ്സോർബ്ഡ് ടു ദി ബൾക്ക്. രണ്ട് പ്രോസസ്സും കൂടി ഒരുമിച്ച് നടക്കുന്നതിന് എന്ത് പറയും? സോപ്ഷൻ എന്ന് പറയും. അഡ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ ടുഗദർ ഈസ് കോൾഡ് സോപ്ഷൻ. അപ്പോൾ നമ്മളിവിടെ കുറേ കാര്യങ്ങൾ അഡ്സോർപ്ഷനുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു. അഡ്സോർപ്ഷൻ എന്താണ്? അഡ്സോർബൻ്റ്, അഡ്സോർബേറ്റ്, ഡീസോർപ്ഷൻ ആൻഡ് സോപ്ഷൻ. Adsorption and absorption together is called sorption. Then what is the chemistry behind adsorption?
എന്തായിരിക്കും ഇങ്ങനെ പാർട്ടിക്കിൾസിനെ സർഫസിലേക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യിക്കാനുള്ള കാരണം? നമുക്ക് അടുത്തത് നോക്കാം. മെക്കാനിസം ഓഫ് അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ കെമിസ്ട്രി ബിഹൈൻഡ് അഡ്സോർപ്ഷൻ. ഡ്യൂറിങ് അഡ്സോർപ്ഷൻ, കൺസിഡർ വി ആർ ടേക്കിംഗ് ദി സോളിഡ് ഓർ ലിക്വിഡ് അഡ്സോർബൻറ്റ് ഇൻ ദി ബീക്കർ. ഈ ബീക്കറിലുള്ളത് ലിക്വിഡോ സോളിഡോ ആയ അഡ്സോർബൻ്റ് ആണ്. ഇത് ഈ സൊല്യൂഷനിലുള്ള ലിക്വിഡിനുള്ളിലുള്ള പാർട്ടിക്കിൾസ് എടുത്തു കഴിഞ്ഞാൽ ദേ ആർ അട്രാക്റ്റഡ് ഇൻ ഓൾ ഡയറക്ഷൻസ്. ഈ അട്രാക്ഷനാണ് ആരോ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. സോ ദി ബൾക്ക് പാർട്ടിക്കിൾസ് ആർ അട്രാക്റ്റഡ് ബൈ നെയ്ബറിംഗ് പാർട്ടിക്കിൾസ് ഇൻ ഓൾ ഡയറക്ഷൻസ്. സോ ദി അട്രാക്ഷൻ ഈസ് ബാലൻസ്ഡ്. അതുപോലെ ഇതും ഒരു ബൾക്ക് പാർട്ടിക്കിളാണ്, അവിടെയും എല്ലാ ഡയറക്ഷനിലും അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ എന്താണ്, അതിൻ്റെ അട്രാക്ഷൻ ബാലൻസ്ഡ് ആണ്. ഇനി അതേസമയം സർഫസ് പാർട്ടിക്കിൾസാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സർഫസ് പാർട്ടിക്കിൾ എടുത്താൽ അതിൻ്റെ അട്രാക്ഷൻ നോക്കൂ, അതിന് ഡൗൺവേർഡ് അട്രാക്ഷൻ ഉണ്ട്. അതുപോലെ സൈഡ് വൈസ് അട്രാക്ഷൻ ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലേക്കും അട്രാക്ഷൻ ഉണ്ട്, ഡൗൺവേർഡ് അട്രാക്ഷനും ഉണ്ട്. പക്ഷേ അതിൻ്റെ ഡൗൺവേർഡ് അട്രാക്ഷനെ ബാലൻസ് ചെയ്യാൻ അപ്വേർഡ് അട്രാക്ഷൻ ഇല്ല. ഇപ്പോൾ ഇവിടെയൊക്കെ എല്ലാ ഡയറക്ഷനിലും ഒരുപോലെ അട്രാക്ഷൻ ഉള്ളതുകൊണ്ടാണ് അത് ബാലൻസ്ഡ് ആയി നിൽക്കുക. പക്ഷേ ഇവിടെ എന്താണ്, ഡൗൺവേർഡ് അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. സോ ദർ ഇസ് അൺബാലൻസ്ഡ് അട്രാക്ഷൻ ഓൺ ദി സർഫസ്. ഏത് സർഫസ് പാർട്ടിക്കിൾ എടുത്താലും attraction is unbalanced. So there is a residual force on the surface. അല്ലെങ്കിൽ there is high surface energy. And surface is unbalanced. So it always has a tendency to attract and retain other molecules on the surface. അപ്പോൾ സർഫസ് മോളിക്യൂൾസിന് എപ്പോഴും എന്താണ്, വേറെ അതിനടുത്ത് വരുന്ന മോളിക്യൂൾസിനെ ആകർഷിക്കുകയും അതിനെ അവിടെ നിലനിർത്താനും ശ്രമിക്കും. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ അട്രാക്ഷൻ ബാലൻസ്ഡായി സ്റ്റേബിൾ ആവാൻ കഴിയും. സോ ദി സർഫസ് മോളിക്യൂൾസ് ഹാസ് അൺബാലൻസ്ഡ് അട്രാക്ഷൻ ഓർ റെസിഡ്യുവൽ അട്രാക്ഷൻ. സോ ദേ അട്രാക്ട് ദി അഡ്സോർബേറ്റ് മോളിക്യൂൾസ് ആൻഡ് റിറ്റെയിൻ ദം ഓൺ ദി സർഫസ്. അപ്പോൾ ഇതിലേക്കൊരു അഡ്സോർബേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സർഫസിലേക്ക് ആ മോളിക്യൂൾസ് വരുമ്പോൾ അതുമായിട്ട് അതിനെ അട്രാക്റ്റ് ചെയ്യാൻ കഴിയും, ഇൻറ്ററാക്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ ഈ ഡൗൺവേർഡ് അട്രാക്ഷനെ ബാലൻസ് ചെയ്യാൻ കഴിയും. So they have a tendency to attract and retain other molecules on the surface. That is the chemistry behind every adsorption. ഓരോ അഡ്സോർപ്ഷൻ്റെയും റീസൺ അതാണ്. എന്താണ് കാരണം? The surface molecules have a unbalanced attraction or there is a residual force on the surface. So the surface molecule have a tendency to attract and retain other molecules on the surface. ഇനി ഞാൻ പറഞ്ഞു സർഫസിൽ ഹൈ എനർജി ഉണ്ട്, സർഫസ് എനർജി ഹൈ ആണ്. അപ്പോൾ വേറെ മോളിക്യൂൾസിനെ അട്രാക്റ്റ് ചെയ്ത് അവിടെ നിലനിർത്തുമ്പോൾ അല്ലെങ്കിൽ അഡ്സോർപ്ഷനിലൂടെ മറ്റ് മോളിക്യൂൾസിനെ അട്രാക്റ്റ് ചെയ്യുന്നതിലൂടെ എന്താണ്, സർഫസ് എനർജി കുറയും. സോ ദി ഡിക്രീസ് ഇൻ എനർജി ഈസ് റിലീസ്ഡ് ആസ് ഹീറ്റ്. അവിടെ ആ ഡിക്രീസ് ചെയ്യുന്ന എനർജി എന്താണ്, ഹീറ്റായിട്ട് റിലീസ് ചെയ്യും. അപ്പോൾ ഹീറ്റ് റിലീസ് ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്, എക്സോതെർമിക് പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ ഈ അഡ്സോർപ്ഷൻ, എവരി അഡ്സോർപ്ഷൻ ഈസ് എക്സോതെർമിക്. ബൈ അഡ്സോർപ്ഷൻ സർഫസ് എനർജി ഈസ് റിലീസ്ഡ് ആസ് ഹീറ്റ്, സോ ഇറ്റ് ഈസ് എക്സോതെർമിക്. ഇനി എക്സോതെർമിക് റിയാക്ഷനിൽ വാട്ട് ഈസ് ദി സൈൻ ഓഫ് ഡെൽറ്റ എച്ച്, എൻതാൽപ്പി ചേഞ്ച്. എൻതാൽപ്പി ചേഞ്ച് ഈസ് നെഗറ്റീവ് ഫോർ എക്സോതെർമിക് റിയാക്ഷൻ. അപ്പോൾ അഡ്സോർപ്ഷൻ എക്സോതെർമിക് ആണ്, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്. ഗ്യാസ് മോളിക്യൂൾസ് ആർ ഫ്രീലി മൂവിങ്, ദർ ഇസ് നോ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ്. അല്ലെങ്കിൽ ദർ ഇസ് ഹൈ റാൻഡംനെസ് ഇൻ ഗ്യാസ് മോളിക്യൂൾസ്. ഗ്യാസ് മോളിക്യൂൾസിനിടയിൽ ഹൈ റാൻഡംനെസ് ഉണ്ട്, അല്ലെങ്കിൽ ഹൈലി ഡിസോർഡേർഡ് ആണ് ഗ്യാസ് മോളിക്യൂൾസ്. ഇനി അത് ഒരു സർഫസിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിനിടയിൽ ഇൻറ്ററാക്ഷൻ ഡെവലപ്പ് ചെയ്യും. അതിലൂടെ എന്താണ്, അതിൻ്റെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഡിക്രീസസ്, അല്ലെങ്കിൽ ദി ഡിസോർഡർ ഈസ് ഡിക്രീസിങ്. അപ്പോൾ ഡിസോർഡറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന തെർമോഡൈനാമിക് ടൈം ഏതാണ്, എൻട്രോപ്പി. സോ during adsorption the entropy change is negative. Delta S is negative during adsorption. Delta S is entropy change, that is negative during adsorption. അപ്പോൾ ഓരോ അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് അഡ്സോർബ് ചെയ്യുമ്പോൾ അവിടെ എൻട്രോപ്പി കുറയുന്നു, കാരണം ഒരു അഡീഷണൽ ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നു. എൻട്രോപ്പി കുറയുന്നതുകൊണ്ട് തന്നെ ഡെൽറ്റ എസ് ഈസ് നെഗറ്റീവ് ഡ്യൂറിങ് എവറി അഡ്സോർപ്ഷൻ. പിന്നെ നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ട് ഫീസിബിലിറ്റി ഓർ സ്പോണ്ടേനിറ്റി ഓഫ് എ പ്രോസസ്. That is predicted using Gibbs energy change, delta G. Free energy change അല്ലെങ്കിൽ Gibbs energy change
delta G, if delta G is negative, the process is feasible or spontaneous. അപ്പോൾ ഒരു അഡ്സോർപ്ഷൻ സ്പോണ്ടേനിയസ് ആണോ എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇഫ് ഡ്യൂറിങ് അഡ്സോർപ്ഷൻ ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ്, ദാറ്റ് അഡ്സോർപ്ഷൻ ഈസ് ഫീസിബിൾ. നോക്കാം, ഡെൽറ്റ ജി നെഗറ്റീവ് ആവണമെങ്കിൽ അത് ഡെൽറ്റ എച്ചിനെയും ഡെൽറ്റ എസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്താണ് അത് മൂന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പ്? എന്താണ്? ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ഇൻ തെർമോഡൈനാമിക്സ് കോൾഡ് ഗിബ്സ് ഇക്വേഷൻ. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇവിടെ ഞാൻ പറഞ്ഞു അഡ്സോർപ്ഷനിലെ ഡെൽറ്റ എച്ച് നെഗറ്റീവാണ്, എക്സോതെർമിക് ആണ്. എൻട്രോപ്പിയോ? എൻട്രോപ്പി ഡിക്രീസസ്, സോ ഡെൽറ്റ എസ് ഈസ് ഓൾസോ നെഗറ്റീവ്. അപ്പോൾ എന്ത് വരും? ഡെൽറ്റ ജിയുടെ സൈന് ഡെൽറ്റ എച്ച് നെഗറ്റീവാണ്, മൈനസ് ടി ഡെൽറ്റ എസ്. ഡെൽറ്റ എസും നെഗറ്റീവാണ്. അപ്പോൾ മൈനസ് ഓഫ് മൈനസ്, ഇത് രണ്ട് മൈനസ് സൈഡ് വരുമ്പോൾ അത് പ്ലസ് ആയി മാറും. അപ്പോൾ എന്താണ്? ഈ ടേം പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. ഇനി ഡെൽറ്റ ജി നെഗറ്റീവ് ആവണമെങ്കിൽ നെഗറ്റീവ് ഫാക്ടർ കൂടുതൽ വരണം. എപ്പോഴാണ്? വെൻ ഡെൽറ്റ എച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ടി ഡെൽറ്റ എസ്, ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ്. അത് ഡെൽറ്റ എച്ച് ടി ഡെൽറ്റ എസിനേക്കാൾ കൂടുതലായിരുന്നാൽ ഫ്രീ എനർജി ചേഞ്ച് നെഗറ്റീവ് ആവും, അഡ്സോർപ്ഷൻ സ്പോണ്ടേനിയസ് ആവും. അപ്പോൾ നമ്മളൊരു അഡ്സോർബേറ്റ് സർഫസിലേക്ക് ആഡ് ചെയ്യുമ്പോൾ സർഫസ് കംപ്ലീറ്റ് ഫ്രീ ആണ്. അപ്പോൾ അഡ്സോർപ്ഷൻ്റെ റേറ്റ് വളരെ കൂടുതലായിരിക്കും. ഇനീഷ്യലി റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഈസ് ഹൈ, നേരത്തെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇനീഷ്യൽ റേറ്റ് കൂടുതൽ, അഡ്സോർപ്ഷൻ്റെ റേറ്റ് കൂടുന്നതനുസരിച്ച് റിലീസ് ചെയ്യുന്ന എനർജിയും കൂടും. അപ്പോൾ ഡെൽറ്റ എച്ച് ഈസ് മോർ നെഗറ്റീവ്, സോ ആൻഡ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ടി ഡെൽറ്റ എസ്. അപ്പോൾ നാച്ചുറലായ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. ഇനി സർഫസ് കവേർഡ് ആവുന്നതനുസരിച്ച് അഡ്സോർപ്ഷൻ്റെ റേറ്റ് കുറഞ്ഞു വരും, അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന എനർജി കുറഞ്ഞു വരും. സോ ഡെൽറ്റ എച്ച് ബിക്കം, വാല്യൂ ഓഫ് ഡെൽറ്റ എച്ച് ഇസ് ഡിക്രീസിങ് ആൻഡ് ഇറ്റ് ഫൈനലി ബിക്കംസ് ഈക്വൽ ടു ടി ഡെൽറ്റ എസ്. ഡെൽറ്റ എച്ച് ബിക്കംസ് ഈക്വൽ ടു ടി ഡെൽറ്റ എസ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്? ഡെൽറ്റ എച്ച് ടി ഡെൽറ്റ എസിന് ഈക്വൽ ആയിരുന്നാൽ ഇതെന്ത് വരും? ഡെൽറ്റ ജി ഈക്വൽ ടു 0. ദാറ്റ് റെപ്രസെൻറ്റ്സ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. At equilibrium, the surface is saturated with the adsorbate molecules. Then adsorption and desorption take place at constant rate. That is a equilibrium state. That is a thermodynamic aspect of adsorption. നമ്മൾ ഇന്ന് സർഫസ് കെമിസ്ട്രിയിൽ കുറേ ടേംസ് പഠിച്ചു. ഫസ്റ്റ് എന്താണ് സർഫസ് കെമിസ്ട്രി? That is a study of phenomena that take place on the surface or interface. അതിൽ നമ്മൾ പഠിക്കുന്ന 3 ഫിനോമിനാസ് അഡ്സോർപ്ഷൻ, കറ്റാലിസിസ് ആൻഡ് കൊളോയിഡ്സ്. അതിലാദ്യത്തെ അഡ്സോർപ്ഷൻ. ദാറ്റ് ഈസ് അഡ്സോർപ്ഷൻ, അക്യുമുലേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഒൺലി ഓൺ സർഫസ് ആൻഡ് നോട്ട് ഇൻ ദി ബൾക്ക്. അതിൽ 2 ടേംസ് പറഞ്ഞു, അഡ്സോർബേറ്റ് ആൻഡ് അഡ്സോർബൻറ്റ്. അതുപോലെ ഡീസോർപ്ഷൻ, റിമൂവൽ ഓഫ് അഡ്സോർബേറ്റ് ഫ്രം അഡ്സോർബൻറ്റ്, ദാറ്റ് ഈസ് കോൾഡ് ഡീസോർപ്ഷൻ. ഇനി എന്താണ് ഡിഫറൻസസ് ബിറ്റ്വീൻ അഡ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ഇനി 2 പ്രോസസ്സും കൂടി ഒരുമിച്ച് നടക്കുന്നു. അഡ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ ടുഗദർ ഈസ് കോൾഡ് സോർപ്ഷൻ. ഇനി അതുപോലെ അഡ്സോർപ്ഷൻ കോമൺ ആയിട്ട് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ഡിഫറെൻറ്റ് അഡ്സോർപ്ഷൻസ് നമ്മൾ പറഞ്ഞു. ദെൻ കെമിസ്ട്രി ബിഹൈൻഡ് അഡ്സോർപ്ഷൻ, അല്ലെങ്കിൽ വാട്ട് ഇസ് റീസൺ ഫോർ അഡ്സോർപ്ഷൻ? അൺബാലൻസ്ഡ് അട്രാക്ഷൻ ഓൺ ദി സർഫസ്. സോ സർഫസ് ഹാസ് എ ടെൻഡൻസി ടു അട്രാക്ട് ആൻഡ് റിറ്റെയിൻ മോളിക്യൂൾസ് ഓൺ ദി സർഫസ്. Then thermodynamic aspect of adsorption. During adsorption, delta H is negative or heat is released, and delta S is also negative, and delta G is negative only when delta H is greater than T delta S. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി അഡ്സോർപ്ഷൻ്റെ ബാക്കിയുള്ള ക്ലാസിഫിക്കേഷനും ബാക്കി പ്രോപ്പർട്ടീസും എല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.